3-4 ദിവസമായി ഈ ആപ്പിൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. സ്വാദല്പം കുറവുള്ളതുകൊണ്ട് തന്നെയാണ്. എന്നാൽ പിന്നെ ഇതുകൊണ്ടൊരു പുഡിംഗ് ആക്കാമെന്ന് കരുതി. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വെന്ത് പോയിക്കോളും. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി ഈ ആപ്പിളിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കാം. ഇനി ഇത് ഈ പഞ്ചസാര നല്ലവണ്ണം ഇതിലേക്ക് പിടിക്കട്ടെ. പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചൂടില്ലാത്ത പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 1/4 കപ്പ് പാല് മതി. ആപ്പിൾ പൾപ്പിൽ ചേർത്ത് പഞ്ചസാരയ്ക്ക് ഉരുകിയിട്ടുണ്ട്. ഞാനൊരല്പം ക്രഷ്ഡ് നട്ട്സ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഹൽവയെന്നോ പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഞാൻ എന്താ കോൺഫ്ലവർ കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ്. ഇനി പെട്ടെന്ന് തന്നെയാവും. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഏത് എസൻസ് വേണമെങ്കിലും ചേർത്തോളൂ. അപ്പോൾ ആ ആപ്പിളിൻ്റെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കില്ല. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഗ്രീസ് ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് നല്ലവണ്ണം ആറിയ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വേണം വെക്കാൻ, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം തണുത്ത ശേഷം ഹൽവ പോലെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പുഡിംഗ് പോലെ സ്കൂപ്പ് ചെയ്തും എടുക്കാം. ഏതായാലും സ്വാദ് ഗംഭീരം തന്നെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു സ്വീറ്റാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആപ്പിൾ ചിലവായി കിട്ടിയതിൻ്റെ സന്തോഷം വേറെയും.